കൊട്ടിയൂർ പാൽച്ചുരത്ത് ശ്രീ വനദുർഗാദേവി ക്ഷേത്രത്തിന്റെ കട്ടിളവെപ്പ് കർമ്മം നടന്നു. പാൽച്ചുരം പുതിയങ്ങാടിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ മുൻ ശബരിമല മേൽശാന്തി കൊട്ടാരമില്ലം ജയരാമൻ നമ്പൂതിരി കട്ടിളവെപ്പ് കർമ്മം നിർവഹിച്ചു. സ്വാമിയെ ശരണമയ്യപ്പ. ഞാൻ കൊട്ടാരം ജയരാമൻ നമ്പൂതിരി, 2022-23 കാലയളവിലെ ശബരിമല മേൽശാന്തി. കൊട്ടിയൂർ പാൽച്ചുരം മലനിരകളുടെ മുകളിലായിട്ട് വനദുർഗാദേവി ക്ഷേത്രം ഇന്ന് ഇവിടെ കട്ടിളവെപ്പ് കർമ്മമാണ് നടന്നിട്ടുള്ളത്. സാധാരണഗതിയിൽ ഒരു ക്ഷേത്രം എടുക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്ന സമയത്ത് ആഗമശാസ്ത്രങ്ങൾ പറയുന്നത് തീർത്ഥന്തേ തടിനീതടേ ജലനിധേ തീരേ സരിത്സംഗമേ ശൈലാഗ്രേ അദ്രിതടേ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഇവിടെ അദ്രിതടം എന്ന് പറയുന്നത് ചൈതന്യം വർദ്ധിക്കുവാൻ ഏറെ കാരണമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ ശബരിമലയൊക്കെ അദ്രിതടമാണ്. അദ്രിതടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വതങ്ങളുടെ ഏറ്റവും മുകളിലല്ല, അവിടെ നിന്നാൽ അതിനേക്കാൾ ഉയരത്തിൽ പർവ്വതങ്ങൾ കാണാൻ സാധിക്കും. അതുപോലെ താഴേക്കും കാണാൻ സാധിക്കും. ഇടയ്ക്ക് പർവ്വതങ്ങളുടെ ഒരു മധ്യനിരയിലൊക്കെ ആയിട്ട് വരുന്ന സ്ഥലത്തിനാണ് അദ്രിതടം എന്ന് പറയുക. നമ്മുടെ ഈ പാൽച്ചുരം ഇവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ മലനിരകളുണ്ട്, അതുപോലെ തന്നെ താഴേക്കുമുണ്ട്. ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രതിഷ്ഠ ചെയ്യുന്നത്, ക്ഷേത്രം നിർമ്മിക്കുന്നത് ചൈതന്യം വർദ്ധിക്കാനും അല്ലെങ്കിൽ ചൈതന്യത്തിനെ അവിടെ കോട്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ്. കുറേ പാവപ്പെട്ട കുറേ കുടുംബങ്ങൾ അധിവസിക്കുന്ന ഈ ഭൂമിയിൽ ഒരു സാന്നിധ്യം, ഒരമ്മ അവരുടെ അനുഭവം കൊണ്ട് വനദുർഗയുടെ ഒരു സാന്നിധ്യമുണ്ട് എന്ന് ഇവിടെ തിരിച്ചറിയുകയും അതിൻ്റെ പേരിൽ ഒരു കൂട്ടായ്മ രൂപപ്പെട്ട് ക്ഷേത്ര നിർമ്മാണങ്ങൾ കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ശ്രീകോവിലിൻ്റെ നിർമ്മിതി
തറ മാത്രമേ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ മുകളിൽ കട്ടിള വെപ്പ്, അതാണിപ്പോൾ ഇവിടെ നടന്നത്. ഇനി ചുമരെടുക്കണം, ശ്രീകോവിലിൻ്റെ മേൽക്കുര പണിയണം, ബിംബം, പീഠം, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രതിഷ്ഠാകർമ്മങ്ങൾ ഒക്കെ തന്നെ വേണ്ടതുണ്ട്. സുമനസ്സുകളുടെ സഹായ സഹകരണങ്ങൾ ഇതിനുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു പാവപ്പെട്ടൊരു ഒരുപാട് കുടുംബങ്ങൾ അവർക്ക് അത്താണിയായിട്ട് ആരാധിക്കുന്ന ഈ ക്ഷേത്രം ഉയർന്നു വരികയുള്ളൂ. എന്തായാലും ദൈവാധീനത്തിന് വേണ്ടിയാണ് ലോകത്തിലെല്ലാവരും, പണമുള്ളവനായാലും ഇല്ലാത്തവനായാലും പണത്തിന് വേണ്ടിയാണ് അമ്പലം ഉണ്ടാക്കുന്നത് എന്നുള്ള തെറ്റിദ്ധാരണയാണ്. കാരണം കോടീശ്വരന്മാർ അമ്പലം പ്രാർത്ഥന നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ പണക്കാരും രാജാക്കന്മാരൊക്കെ ആരാധന ചെയ്തിട്ടുള്ളത് പണമുണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളതിനോ വേണ്ടിയല്ല, ദൈവാധീനത്തിന് വേണ്ടിയാണ്. അത് ലോകത്തിലെ സകല ജീവജാലങ്ങൾക്കും ആവശ്യമുള്ളതുമാണ്. ദൈവാധീനം ജഗത്സർവം മന്ത്രാധീനം തു ദൈവതം തന്മന്ത്രം ബ്രാഹ്മണാധീനം ബ്രാഹ്മണിഭ്യോ നമോ നമഃ പറയും. ഈ ജഗത്ത് ദൈവാധീനത്തിൽ അധിഷ്ഠിതമാണ്. ശാസ്ത്രത്തിൻ്റെയും ദൈവാധീനത്തിൻ്റെയും ഈശ്വരൻ്റെയുമായിട്ടുള്ള 2 ഡയമെൻഷൻ ഉണ്ട്. അതിൽ ശാസ്ത്രം പോലും നമ്മൾക്ക് ഭരിക്കണമെങ്കിൽ ഈ ദൈവാധീനം ഉണ്ടെങ്കിലേ നടക്കുള്ളൂ എന്നാണ്.